السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. اللهم اغفر لنا وارحمنا ولوالدينا ولمصنف هذا الكتاب. അല്ലാഹു തആല നമ്മെ ഖബൂൽ ചെയ്യട്ടെ. നമ്മുടെ ജന്മത്തിന് വലിയൊരു ലക്ഷ്യമുണ്ട്. എന്താണ് ആ ലക്ഷ്യം? മാരിഫത്തുല്ലാഹി തആല, അല്ലാഹു തആലയെ നാം അറിയേണ്ട വിധം അറിയുക. ഈ ലക്ഷ്യത്തിലാണ് നാം ജനിച്ചത്, അതിനാണ് നാം ജീവിക്കുന്നത്, അതിനാണ് നാം നമ്മുടെ പ്രസ്ഥാനത്തിൽ അംഗത്വം നേടിയത്, അതിനാണ് നാം പ്രവർത്തിക്കുന്നത്. മനുഷ്യന് അല്ലാഹു തആല നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് ആ ലക്ഷ്യബോധമാണ് എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നു. മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഫലാ നിഅമത ലില്ലാഹി അലാ ഇബാദിഹി അഅളമ മിനൽ ഈമാനി വൽ മഅരിഫ. അല്ലാഹു തആല അല്ലാഹുവിൻ്റെ അടിമകൾക്ക് ഈമാനിനേക്കാൾ അല്ലാഹുവിനെക്കുറിച്ചുള്ള മാരിഫത്ത്, അറിവിനേക്കാൾ വലിയ ഒരനുഗ്രഹം അല്ലാഹു നൽകിയിട്ടില്ല. ഏറ്റവും വലിയ അനുഗ്രഹം ആ ഈമാനും മാരിഫത്തുമാണ്. അതിൽ ഏറ്റവും സമുന്നതർ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, പിന്നീട് ഉലുൽ അസ്മിൽ നിന്ന് ബാക്കിയുള്ളവർ, മറ്റ് മുർസലീങ്ങൾ, മറ്റ് അംബിയാ, ഇങ്ങനെ ആ മാരിഫത്തിൻ്റെ അളവിൽ അല്ലാഹു തആല അളവിൻ്റെ വ്യത്യാസമനുസരിച്ച് അല്ലാഹുവിൻ്റെ ഖുർബും മഹത്വവും വ്യത്യാസപ്പെടുത്തി. വലാ വസീലത ഇലൈഹി സിവൻ ശിറാഹി സുദൂരി ബിനൂരിൽ ബസീറ. ആ മാരിഫത്ത് എത്തിപ്പിടിക്കലാണ് മനുഷ്യൻ്റെ എല്ലാ ത്യാഗപ്രവർത്തനത്തിൻ്റെയും അവസാനമാവേണ്ടത്. അതിനാകട്ടെ മനസ്സ് ശരിപ്പെടുക എന്നതിനപ്പുറം വേറെ ഒരു വഴി ഇല്ല. മനസ്സാണല്ലോ മാരിഫത്തിൻ്റെ സ്ഥലം. ആ മാരിഫത്ത് ഇത്ര വലിയ ഉയർന്ന കാര്യമാകുമ്പോൾ അത് അല്ലാഹു തീർച്ചയായും നിക്ഷേപിക്കുക ഉയർന്ന സ്ഥലത്തായിരിക്കണം. നമ്മുടെ അടുക്കൽ വിലപിടിപ്പുള്ള രത്നമോ അല്ലെങ്കിൽ വേണ്ട സ്വർണം തന്നെയായിരുന്നാലും നാം അത് വളക്കുഴിയിൽ നിക്ഷേപിക്കില്ല എന്നത് പറയേണ്ടതില്ല. എന്ന പോലെ നമ്മുടെ ഖൽബുകൾ വളക്കുഴികൾ ആയിക്കൂടാ, ചാണകക്കുഴികൾ ആയിക്കൂടാ. മാരിഫത്തിന് യോഗ്യമായ വിധം ഉയർന്നതായിരിക്കണം ഖൽബ്. വഇന്നമസ്തഅദ്ദ ലിൽ മാരിഫത്തി ബിഖൽബി. മനുഷ്യൻ ആ മാരിഫത്തിന് യോഗ്യനാകുന്നത് അവൻ്റെ ഖൽബ് കൊണ്ടാണ്. ലാ ബിജാരിഹത്തിൻ മിൻ ജവാരിഹി.
മനുഷ്യൻ്റെ മറ്റ് ഒരു അവയവങ്ങളെ കൊണ്ടുമല്ല മാരിഫത്ത് നേടുന്നതും അതിനെ സൂക്ഷിക്കുന്നതും. അതുകൊണ്ട് ഫൽ ഖൽബു ഹുവൽ ആലിമു ബില്ലാ, യഥാർത്ഥത്തിൽ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യമായ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഇൽമ് നേടുന്നത് മനുഷ്യൻ്റെ ഖൽബ് മാത്രമാണ്. വഹുവൽ മുതഖർരിബു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് യഥാർത്ഥത്തിൽ അവ്വലൻ വബിദ്ദാത്ത് എന്ന് പറയാൻ പറ്റും വിധം അടുക്കുന്നത് ഖൽബാണ്. വഹുവൽ ആമിലു ലില്ലാഹ്, അള്ളാഹുവിനായി പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഖൽബാണ്. വഹുവസ്സാഇ ഇലല്ലാഹ്, അള്ളാഹുവിലേക്കായി പ്രയത്നിക്കുന്നതും ഓടുന്നതും സഞ്ചരിക്കുന്നതും യഥാർത്ഥത്തിൽ മനസ്സാണ്. അതുകൊണ്ട് ഇലാഹിയായ വിവരങ്ങളും ലഭിക്കുന്നത് ആ ഖൽബിന് തന്നെ. വഇന്നമൽ ജവാരിഹു അത്ബാഉൻ വഖദമുൻ വആലാത്തുൻ, മറ്റേത് അവയവങ്ങളും, ശരീരത്തിൻ്റെ മറ്റേത് അവയവങ്ങളും ഈ ഖൽബാകുന്ന രാജാവിൻ്റെ പ്രജകൾ എന്നു പറയാം. അല്ലെങ്കിൽ ഖൽബാകുന്ന ഈ പണിക്കാരൻ്റെ ഉപകരണങ്ങൾ എന്നു പറയാം. ആ വിധം ഖൽബിനെ ശരിപ്പെടുത്തിയാൽ ഉപകരണങ്ങളുടെ ഉപയോഗം നേരത്തെ പറഞ്ഞ പോലെ വാളിൻ്റെ ഉപയോഗത്തെ പോലെ ഉപയോഗം ശരിപ്പെടുത്തണമെങ്കിൽ ഖൽബ് ശരിപ്പെടണം. ഖൽബിനെ നശിപ്പിക്കുന്ന ഘടകങ്ങൾ ഖൽബിൽ വന്നാൽ അത് മഹാ അപകടമാണ്. മുഹ്ലിക്കാത്തിനെ വളരെ വിശദമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത് ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഇമാം ഗസാലി തങ്ങൾ വളരെ നന്നായി ഈ വാള്യം മുഴുവൻ അതിൻ്റെ വിശദീകരണമാണ്. ഇവിടെ അത് വിശദീകരിക്കുക സാധ്യമല്ല. അപ്പോൾ നമുക്ക് ബോധമുണ്ടാവലാണ് ആവശ്യം. നാം കുറേ പറഞ്ഞതുകൊണ്ടോ കേട്ടതുകൊണ്ടോ ആയില്ലല്ലോ. നാം സ്വന്തമായി ഉൾക്കൊള്ളൽ യഥാർത്ഥത്തിൽ ഫർള് ഐനാണ്. പല ഫർള് കിഫായികളും നാം സജീവമായി ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ മനസ്സിനെ ശരിപ്പെടുത്തുക എന്ന ഈ ഫർള് ഐൻ ഇതിൽ കുറവ് വരുത്തിയാൽ ഫലഖദ് തബയ്യന മിൻ ഖറാഇനി ഹാലിഹി ഖസ്ദുൻ ലിഗൈരില്ലാഹ് ദാക ഹുവൽ ബലാ. ഈ ഫർള് ഐനിനെ കുറിച്ച് ശ്രദ്ധയില്ലാതെ ബോധമില്ലാതെ ഫർള് കിഫായിക്ക് മാത്രമായി മുതിരുന്നുവെങ്കിൽ അവന് ലക്ഷ്യം അല്ലാഹുവല്ല എന്നത് ബോധ്യമാണ് എന്ന് മഹാരഥന്മാർ പറഞ്ഞത് നമുക്കറിയാം. അതുകൊണ്ട് വേണ്ടത് ഇദാ അറാദല്ലാഹു തആല ബിഅബ്ദിൻ ഖൈറൻ ജഅല ലഹു വാഇളൻ മിൻ ഖൽബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം ഗസാലി തങ്ങൾ രേഖപ്പെടുത്തുന്നു. അല്ലാഹു തആല ഒരു മനുഷ്യന് നന്മ നല്ലത് ഉദ്ദേശിച്ചുവെങ്കിൽ അവന് ബോധമുണ്ടാകും. അവൻ്റെ ഖൽബിൽ നിന്ന് തന്നെ ഉപദേശിച്ച് റെഡിപ്പെടുത്തുന്ന ശരിയാക്കുന്ന ഒരു ഉപദേശകൻ അവനുണ്ടായി കിട്ടും. അഥവാ അല്ലാഹു തആല അങ്ങനെ ഒരു ബോധം അവൻ്റെ ഖൽബിൽ നൽകും. ഖൽബ് ഉപദേശിക്കണം. അതിനു പുറമെ ഖൽബിൽ നിന്ന് തന്നെ ഒരു ഉപദേശകനെ അല്ലാഹു തആല പടക്കും എന്ന ഒരു തജ്രീദിൻ്റെ ശൈലിയാണ്. ഇൽമുൽ ബലാഗയുടെ ശൈലിയിൽ തജ്രീദ് എന്നാണ് അതിന് പേര് പറയുക. ഖൽബിൽ നിന്നൊരു ഉപദേശകനെ അല്ലാഹു തആല അവർ നിശ്ചയിക്കും. അപ്പോൾ നമുക്ക് അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചോ ഇല്ലേ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അളവുകോലാണ് ആ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. നമുക്ക് അരുതായ്മകളിൽ നിന്ന് കിബർ, ഹസദ്, ഉജ്ബ്, റിയാ, സുംഅത്ത് ഇങ്ങനെ തുടങ്ങി ഒരുപാട് നമ്മെ നശിപ്പിക്കുന്ന മുഹ്ലിക്കാത്തുണ്ട്. അവകളിൽ നിന്ന് നമ്മെ തടയുന്ന ഒരു ബോധം നമുക്ക് ഉണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചില്ലേ എന്ന ബേജാറ് നമുക്ക് വേണം. ഈ ബേജാർ ഉൾക്കൊണ്ടവരാണ് മഹാരഥന്മാർ. ഇഹ്യായിൽ തന്നെ പറഞ്ഞു, മഹാനായ അബൂ സലമത്ത് ബിൻ അബ്ദുറഹ്മാൻ
റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നത് കാണാം. അവർ സഫാ കുന്നിൽ വെച്ച് മഹാനായ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെയും അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെയും കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നില്ല. തിരഞ്ഞു നോക്കിയപ്പോൾ ഒരിടത്തിരുന്ന് കരയുകയാണ്. അപ്പോൾ എന്താണ് അങ്ങ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ എനിക്കിപ്പോൾ അബ്ദുല്ലാഹിബ്നു അംർ തങ്ങൾ ഒരു ഹദീസ് റിവായത്ത് ചെയ്തു തന്നു. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബിർ മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ കിബിരിൻ മിസ്ഖാലു ഹബ്ബത്തി ഖർദലിൻ മിൻ കിബിരിൻ കബ്ബഹുല്ലാഹു ഫിന്നാരി അലാ വജ്ഹി എന്ന ഹദീസ് അബ്ദുല്ലാഹിബ്നു അംർ തങ്ങൾ റിവായത്ത് ചെയ്തതാണ് എന്നെ കരയിപ്പിക്കുന്നത്. ഖൽബിൽ അഹങ്കാരം, ഒരു കടകുമണിയോളം വരുന്ന അഹങ്കാരം ഖൽബിനുള്ളിലുണ്ടെങ്കിൽ അവനെ അല്ലാഹു തആല അതോടെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാതെ നരകത്തിൽ കമഴ്ത്തി തള്ളിയിടുമെന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബ്ദുല്ലാഹിബ്നു അംർ തങ്ങൾ റിവായത്ത് ചെയ്തതാണ് എന്നെ കരയിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ, കിബർ തീരെ തൊട്ടിട്ടില്ലാത്ത മഹാരഥന്മാർക്ക് ആ ബേജാറും വിഷമവും ഉണ്ട്. നാം പല കാര്യത്തിലും പലരെയും നമ്മൾ നിസ്സാരപ്പെടുത്തും, അവഗണിക്കും, പലതിനെയും അവഗണിക്കും. ചിലപ്പോൾ നേതാക്കളെയും, മറ്റു ചിലപ്പോൾ മാതാപിതാക്കളെയും, മറ്റു ചിലപ്പോൾ കൂട്ടുകാരെയും, ചിലപ്പോൾ സഹോദരങ്ങളെയും, ചിലപ്പോൾ ഭാര്യമാരെയും, ചിലപ്പോൾ മക്കളെയും, ഇങ്ങനെ തുടങ്ങി പലതിനെയും പലവയെയും നാം അവഗണിക്കും. യഥാർത്ഥത്തിൽ തവാദു ആണ് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞതായി അള്ളാഹുവിൻ്റെ ഖുദ്സിയായ ഹദീസിലുള്ളതായി ഇമാം ഗസാലി തങ്ങൾ റിവായത്ത് ചെയ്യുന്നുണ്ട്. നിൻ്റെ അടുത്ത് നിനക്ക് ഒരു സ്ഥാനം കാണുന്നുവെങ്കിൽ എന്നാൽ അള്ളാഹുവാകുന്ന എൻ്റെ അടുക്കൽ നിനക്ക് സ്ഥാനമില്ല. നിനക്കൊരു ഉന്നത സ്ഥാനമുള്ളതായി നിനക്ക് സ്വയം അഭിപ്രായമുണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ നിനക്ക് സ്ഥാനമില്ല, നീ അത് വിചാരിക്കണ്ട എന്ന് ഹദീസിൽ ഖുദ്സിയായ ഹദീസിലുള്ളതായി പറയുന്നത് ഇഹ്യായിൽ ഉണ്ട്. അതുകൊണ്ട് മഹാനായ മഹാരഥന്മാർ പറഞ്ഞ പോലെ ഖുൽ ലിനഫ്സിക് അൻത അഖ്ബസുന്നാസ്, നിന്നോട് പറഞ്ഞിരിക്കണം നീയാണ് ഏറ്റവും മോശക്കാരൻ. സ്വന്തത്തോട് പറയണം, പരസ്യമായിട്ട് ഇങ്ങനെ പറയാനല്ല. പരസ്യമായി പറയുമ്പോൾ ചിലപ്പോൾ അത് റിയാഇനായേക്കാം. സ്വന്തത്തോട്, സ്വന്തം മനസ്സിനോട് നീ പറയണം, നീയാണ് ഏറ്റവും മോശക്കാരൻ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശക്കാരൻ നീയാണ് എന്ന് നിന്നോട് നീ പറയണം. ഈ ബോധം എല്ലാവർക്കുമുണ്ട്. മഹാനായ ശൈഖുന ബഹറുൽ ഉലൂം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിൽ നിന്ന് നാം അത് അനുഭവിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ലൻ യൻജുവ അഹദും മിൻകും ബിഅമലി, ഒരു തവണ സുൽത്താനുൽ ഉലമയെ കാണാൻ ചെന്നപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഈ ഹദീസ് പറഞ്ഞ് അവിടെ നിന്ന് കരഞ്ഞത് 2 വർഷം മുമ്പ് നമ്മൾ അനുഭവിച്ചതാണ് മർക്കസിൽ വെച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൻ യൻജുവ അഹദും മിൻകും ബിഅമലി, നിങ്ങളിൽ ഒരാളും തൻ്റെ അമൽ കൊണ്ട് രക്ഷപ്പെടൂല എന്ന് പറഞ്ഞപ്പോൾ വല അൻത യാ റസൂലല്ലാഹ്, തങ്ങളോട് ചോദിച്ചു അങ്ങും അങ്ങനെ തന്നെയാണോ എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞത് എന്താ? ലാ, ഇല്ല, ഞാനും അമൽ കൊണ്ട് രക്ഷപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇല്ല അയ്യതഗമ്മദനി അല്ലാഹു ബിറഹ്മതി, രക്ഷപ്പെടാൻ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് എന്നെ പൊതിയലല്ലാതെ വഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ശൈഖുന വിതുമ്പി കണ്ണീരൊലിപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. ഈ ബോധമാണ് നമ്മുടെ മശായിഖിന് ഉള്ളത്. അപ്പോൾ നാം ആ പ്രവർത്തനം നടത്തി, ഇത് ചെയ്തു അത് ചെയ്തു, പലതും ചെയ്യാൻ കഴിഞ്ഞു എന്നതിൻ്റെ പേരിൽ കിബർ വരാൻ പാടില്ല, ഉജുബ് വരെ വരാൻ പാടില്ല. സലാസുൻ മുഹ്ലിക്കാത്തുൻ എന്ന് പറഞ്ഞ്
3 കാര്യങ്ങൾ മനുഷ്യനെ നശിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞ ഹദീസിൽ പറഞ്ഞ ഒരു കാര്യമാണ് വയജാബുൽ മർഇ ബിനഫ്സി. മനുഷ്യൻ അവൻ്റെ പ്രവർത്തനം കൊണ്ട് അവൻ അകപ്പെരുമ ഉള്ളവനാവുക. ഞാനാ ചെയ്തത് ഉഷാറായി, ഞാനുണ്ടായതുകൊണ്ട് ഉഷാറായി, ഞാൻ എക്സിക്യൂട്ടീവ് അംഗമായതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ കമ്മിറ്റിയിൽ വന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ സംഘാടകനായതുകൊണ്ട്, അല്ലെങ്കിൽ സംഘാടക സമിതിയിൽ ഞാനുണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ മദ്രസയുടെ, അല്ലെങ്കിൽ മസ്ജിദിൻ്റെ, അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളുടെ നേതൃസ്ഥാനത്ത് ഞാനുണ്ടായതുകൊണ്ട് അതുഷാറായി എന്ന് തോന്നിയാൽ ഇവൻ്റെ ചെയ്ത അമല് മുഴുവൻ നശിപ്പിക്കാൻ അത് മതി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഇങ്ങനെ ആ ഉജ്ബ്, സാധാരണ ചിലപ്പോൾ കിബിറില്ലെങ്കിൽ പോലും പലപ്പോഴും ഉജ്ബ് എന്ന അകപ്പെരുമ, എൻ്റേതുഷാറായി എന്ന ഈ ചിന്ത യഥാർത്ഥത്തിൽ നമുക്ക് ഉഷാറാക്കാൻ കഴിയില്ല. അല്ലാഹു തആലയാണ് ഉഷാറാക്കി തന്നത്. അപ്പോൾ ഒരു മെച്ചപ്പെട്ട പ്രവർത്തനം നടത്താൻ സാധിച്ച ഒരാൾക്ക് അള്ളാഹുവിനോട് കടപ്പാട് കൂടുകയാണ് വേണ്ടത്. അള്ളാഹുവിനോട് മാത്രമല്ല, ഇവൻ്റെ ഈ പ്രവർത്തനങ്ങൾ ഉഷാറാക്കുന്നതിന് വേണ്ടി സഹകരിച്ചു കൊടുത്ത, വാക്കുകൊണ്ടാകാം, മാനസികമായാകാം, സാമ്പത്തികമായാകാം, ശാരീരികമായാകാം, മറ്റുള്ളവരും കൂടെ സഹകരിച്ചത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഉഷാറായത്. അതെല്ലാം സഹകരിപ്പിച്ചതും മെച്ചപ്പെടുത്തിയതും പടച്ച റബ്ബാണ്. അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഏത് മുഹ്ലിക്കാത്തിൻ്റെയും അടിസ്ഥാനം അള്ളാഹുവിനെ കൊണ്ടുള്ള ഈമാനിൻ്റെ കുറവാണ് എന്ന് നാം ഉറപ്പിക്കണം. ഈ ഈമാൻ ശരിപ്പെട്ടെങ്കിൽ എല്ലാറ്റിൻ്റെയും പിന്നിൽ അള്ളാഹു തആല, നമ്മുടെ ഇമാം അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പഠിപ്പിച്ച ആ മഹത്തായ അഖീദ, മനുഷ്യൻ്റെ ഖുദ്റത്ത് അറളാണ്. അൽ അറളു ലാ യബ്ഖാ സമാനൈൻ, മനുഷ്യൻ്റെ ഒരു കഴിവുകൾക്കും നിലനിൽപ്പ് ഇല്ല. ഓരോ പ്രവർത്തനങ്ങൾക്കും ആ പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് അല്ലാഹു തആല തരുന്ന കഴിവും എനർജിയുമാണ് മനുഷ്യൻ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു നന്മ ചെയ്യാൻ കഴിവ് അല്ലാഹു തആല തന്നാൽ, അവസരം അല്ലാഹു തന്നാൽ, ഈ നന്മയിൽ പങ്കാളികളാകാനും അതിന് സപ്പോർട്ട് ചെയ്യാനും അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അല്ലാഹു തആല മനസ്സ് കൊടുത്താൽ ഇതിന് ഇവൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒന്നുകൂടെ ചെറുതാവണം. ഇവിടെയാണ് മൻ തവാളഅ റഫഅഹുല്ലാ, അതാണ് അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള ഉയർച്ച, ഔന്നത്യം എന്നത് ഈ തവാളു ആണ്. പന്തിനെപ്പോലെയും മഹാന്മാർ ഉപമിച്ചത് കാണാം. താഴോട്ട് എറിയുമ്പോൾ മേപ്പോട്ട്, അപ്പോഴാണ് മേപ്പോട്ട് പൊങ്ങുക. ഈ വിധത്തിൽ നാം അത്തരത്തിലുള്ള ഇലാഹിയായ ചിന്തയും ഈമാനും ഓരോ അമലുകൾക്കും നിയ്യത്ത് ചെയ്യാതിരിക്കുമ്പോൾ, അഥവാ നിയ്യത്ത് മാറിപ്പോയി നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള ഭൗതിക ലക്ഷ്യമാണ് നിയ്യത്തായതെങ്കിൽ, നാം സമ്മേളനത്തിന് ക്യാമ്പിന് വന്നാലും ഇനി വിഷയം അവതരിപ്പിക്കാൻ വന്നാലും എന്തു തന്നെ ചെയ്തിരുന്നാലും അവിടെ നമുക്ക് ഒരാളാവണം എന്നതാണ് ലക്ഷ്യമെങ്കിൽ ഇത് പാരത്രിക ലോകത്ത് വിനയാകുമെന്നത് പറയേണ്ടതില്ല. എവിടെയായിരുന്നാലും, അല്ലെങ്കിൽ എന്നെ ഒരു ക്യാമ്പ് അംഗമായി തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ ഈ സ്റ്റേജിൽ കയറാനായി തിരഞ്ഞെടുത്തു എന്നതുകൊണ്ട് പൊങ്ങച്ചം കാണിച്ചാൽ അവൻ്റേത് മുഴുവൻ നശിച്ചു. അവൻ വന്നില്ലെങ്കിൽ ഈ കുറ്റം അവനുണ്ടാകുമായിരുന്നില്ല. അത് വിചാരിച്ച് വരാതിരുന്നാലോ അവൻ്റെ ബാധ്യത വിടുകയും ചെയ്യില്ല. അതുകൊണ്ട് ഈമാൻ ശരിപ്പെടുത്തലാണ്, മാരിഫത്ത് ശരിയാക്കലാണ് എല്ലാ ഹലാക്കുകളിൽ നിന്നും ഒഴിവാകാനുള്ള വഴി. റിയാ എന്നത് വലിയ ഒരു എല്ലാറ്റിനെയും വഹദർ റിയാഅൻ മുഹബിത്തൻ, എല്ലാ അമലിനെയും തകർത്ത് കളയാൻ റിയാ മതി. കാരണം അല്ലാഹു തആല അന അഗ്നൽ അഗ്നിയാ എന്ന് പറയുന്ന ഹദീസ് ഈ കിതാബിലുണ്ട്. ഞാൻ ആണ് ഏറ്റവും വലിയ നിരാശ്രയനാണ് ഞാൻ. മറ്റേതെങ്കിലും അല്ലാഹുവല്ലാത്ത ഒരു ലക്ഷ്യത്തിന് വേണ്ടി എന്ത് പ്രവർത്തിച്ചാലും അല്ലാഹു തആലാക്കത് വേണ്ട. നമുക്ക് നിസ്കാരത്തിൽ ഇമാമിനെ തംബീഹാക്കണമെങ്കിൽ അവിടെ വരെ ഇത്ലാഖ് ചെയ്താൽ ബാത്തിലാകുമെന്ന് ഇബ്നു ഹജർ തങ്ങൾ പറയുമ്പോൾ, അഥവാ സുബ്ഹാനല്ലാഹ് ചൊല്ലുമ്പോൾ ഇത് ഈ സമയത്ത് എനിക്ക് സുന്നത്തായ ദിക്റാണ് എന്ന് വേണം നിയ്യത്ത് ചെയ്യാൻ.
ആ നിയ്യത്ത് മാറി. സ്വാഭാവികമായും ഇമാമിൻ്റെ അടുത്ത് അബദ്ധം സംഭവിച്ചപ്പോഴാണ് ഇയാൾ സുബ്ഹാനല്ലാഹ് ചൊല്ലിയത്. മനസ്സിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇമാമേ താങ്കളുടെ അടുത്ത് അബദ്ധം വന്നു എന്നതായിരിക്കും ഓർമ്മ വരിക. മനുഷ്യനോട് സംസാരമായി, നിസ്കാരം ബാത്തിലായി എന്നല്ല, ഒന്നും കരുതിയില്ല, വെറും സുബ്ഹാനല്ലാഹ് ചൊല്ലി. അപ്പോൾ സാഹചര്യ തെളിവ് ഇത് മനുഷ്യനോടുള്ള സംസാരത്തിലേക്ക് പിടിച്ചു വലിക്കുമെന്ന് വരെ അയിമ്മത്ത് പറഞ്ഞെങ്കിൽ അവിടെ വരെ എന്ത് നിയ്യത്ത് വേണം? ഈ സമയത്ത് ഞാൻ ചെയ്യൽ സുന്നത്തായ ഒരമലാണ്, ദിക്റാണിത് എന്ന ബോധമാണ് മനുഷ്യന് വേണ്ടത്. അതേസമയം ഭൗതികമായ പേരുകളോ പെരുമകളോ പ്രചാരങ്ങളോ പ്രശംസകളോ ബഹുമതികളോ ഇത് ലക്ഷ്യമാക്കിയാൽ അത് അള്ളാഹുവിന് വേണ്ട. സഹീഹുൽ ബുഖാരിയുടെ ഹദീസ് ഇമാം ഗസാലി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. ഞാനതെല്ലാം അത്ര വലിയ പോരാട്ട പ്രവർത്തനങ്ങൾ നടത്തിയവനാണ് അള്ളാഹുവിൻ്റെ വജ്ഹിന്, ഞാൻ SYS-ൽ മെമ്പർഷിപ്പ് എടുത്തവനാണ് എന്ന് ബുഖാരിയുടെ ഹദീസിലില്ലെങ്കിലും കാലോചിതമായ ജിഹാദാണല്ലോ ഇത്. ഈ മുജാഹദയാണെങ്കിലും ഏത് തരത്തിലുള്ള മുജാഹദയാണെങ്കിലും ഞാൻ അള്ളാഹുവിൻ്റെ വജ്ഹിനായി ചെയ്തതാണ് എന്ന് ലക്ഷ്യം മാറി ചെയ്തവൻ പറഞ്ഞാൽ അള്ളാഹു തആല അത് തിരുത്തും. അല്ല, നീ ഇന്നാരിൻ്റെ ലക്ഷ്യത്തിനല്ലേ ചെയ്തത്, അതെനിക്ക് കിട്ടിയില്ലേ, നിന്റെ പ്രതിഫലം നീ വശപ്പെടുത്തി, ഇനി ഇവിടെ നിന്ന് പ്രതിഫലം മോഹിക്കണ്ട എന്ന നിരാശയുടെ വാക്ക് നമുക്ക് സഹിക്കാൻ കഴിയുന്നതല്ല. പിന്നെ അവിടെ വീണ്ടെടുപ്പ് സാധ്യമല്ല. അവിടെ ജസാഇൻ്റെ മാലിക് യൗമിദ്ദീൻ, പ്രതിഫലത്തിൻ്റെ ദിവസമാണ് ആ ദിവസം എന്ന ബോധം. ഇതിനൊക്കെ അടിസ്ഥാനം വീണ്ടും ആവർത്തിച്ച് പറയുന്നു. ഒന്നാമത് അള്ളാഹുവിനെ കൊണ്ടുള്ള ഈമാനാണ്. അവസാനം ഖദർ കൊണ്ടുള്ള വിശ്വാസവും. ഇത് മുഴുവൻ അള്ളാഹു നിശ്ചയിച്ച് നൽകി വിതരണം ചെയ്ത് എന്നിലേൽപ്പിച്ചതുകൊണ്ട് പടച്ച റബ്ബിൻ്റെ മാത്രം സൃഷ്ടിപ്പ് ആണ് ഇത് എന്ന ബോധം. യഥാർത്ഥത്തിൽ മനുഷ്യന് ഖൽഖ് ഒന്നിനെയും സൃഷ്ടിക്കൽ ഇല്ല. സൃഷ്ടാവ് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെയും ഏത് കാര്യങ്ങളെയും സൃഷ്ടിക്കുന്നത് അല്ലാഹു തആല മാത്രമാണ്. മനുഷ്യനുള്ളത് ഒരു ബാഹ്യമായ കസ്ബ് മാത്രമാണ്. അല്ലാഹു തആല മനുഷ്യൻ ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്ന സമയത്ത് അല്ലാഹു അപ്പോൾ സൃഷ്ടിച്ചു തരുന്ന ഈ കഴിവ് ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തആല അവസരമൊരുക്കി തരുക, ആ കഴിവുമായി കാര്യങ്ങളുമായി ഇടപെടുക, ബന്ധപ്പെടുക എന്ന കസ്ബല്ലാതെ മനുഷ്യന് ഇല്ല. പിന്നെ മനുഷ്യന് സ്വന്തമായി എന്തവകാശപ്പെടാൻ അല്ലാഹു തആല നമ്മുടെ മനസ്സ് ക്ലിയറാക്കി തരട്ടെ. അതുപോലെ വലിയ രോഗമാണ്, എല്ലാ അമലുകളെയും പൊളിച്ചു കളയുന്ന രോഗമാണ് അസൂയ. ഇതിൻ്റെ അളവ് മുമ്പത്തെക്കാൾ ഇന്ന് കൂടുതലാണ്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഇന്ന് ഈ അസൂയ എന്ന രോഗം നമ്മൾ അനുഭവിക്കുന്നു. ഒരാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കഴിവുണ്ടായാൽ, യഥാർത്ഥത്തിൽ ഈമാൻ ഉണ്ടെങ്കിൽ തൻ്റെ സഹോദരന് മറ്റൊരു മുസ്ലിമിന് ഒരു കഴിവുണ്ടായതിൻ്റെ പേരിൽ സന്തോഷിക്കുകയാണല്ലോ വേണ്ടത്. അങ്ങനല്ലേ മുഅ്മിനീങ്ങളുടെ സ്വഭാവം പറഞ്ഞത്? പരസ്പര സ്നേഹം, പരസ്പര സൗഹാർദ്ദം. ഒരാൾക്ക് കിട്ടിയ നിയമത്ത് കൊണ്ട് താൻ സന്തോഷിക്കുക, മറ്റൊരാൾക്ക് കിട്ടിയത് കൊണ്ട് നാം സന്തോഷിക്കുക എന്ന സ്വഭാവമാണ് യഥാർത്ഥത്തിൽ ഈമാൻ. ഒരാൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും കലകളിൽ ഉന്നത കഴിവുണ്ടായാൽ, അല്ലെങ്കിൽ ആദരവ് ലഭിച്ചാൽ, അല്ലെങ്കിൽ പ്രസ്ഥാനത്തിൻ്റെ ഉന്നത പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ആരെങ്കിലും കൂടുതൽ ഇഷ്ടപ്പെടുകയോ പ്രശംസിക്കുകയോ ചെയ്താൽ നമ്മുടെ മനസ്സിൽ അതുകൊണ്ട് സന്തോഷമാണ് വേണ്ടത്. സന്തോഷിച്ചാൽ അതിൻ്റെ പേരിൽ അല്ലാഹു തആല അജ്ർ, സവാബ്, കൂലി രേഖപ്പെടുത്തുന്നുവെങ്കിൽ അതിനു പകരം നമുക്ക് മനോവേദന അനുഭവിക്കുകയാണെങ്കിൽ വല്ലാത്ത നഷ്ടം, ഭൗതികമായും നഷ്ടം, പാരത്രികമായും നഷ്ടമെന്നാണ് ഇമാം ഗസാലി തങ്ങൾ അതിനെ വിവരിച്ചത്. ഭൗതിക നഷ്ടം എന്താ? ഒന്ന്, അവനതിൻ്റെ പേരിൽ ടെൻഷൻ്റെ അളവ് കൂടും. ടെൻഷൻ കൂടി വേണമെങ്കിൽ BP കൂടും. പിന്നെ അവനെ ചികിത്സയ്ക്ക് വിധേയനാക്കേണ്ടി വരും. അതിൻ്റെ പുറമെ അള്ളാഹുവിൻ്റെ ഖളാവും അള്ളാഹുവിൻ്റെ വിതരണവും അംഗീകരിച്ചില്ല. അള്ളാഹുവിൻ്റെ ഖളായിനെ ആ ഹസദ് കൊണ്ട് ബിൽ ഹസദി സഖിത ഖളാ അല്ലാഹി തആല വകരിഹത നിഅമതഹു അല്ലതി ഖസമഹാ
വഅദലഹു അല്ലദീ അഖാമ വഹാദിഹി ജിനായത്തുൻ അല തൗഹീദ്. ഇത് ഈമാനിൻ്റെ പേരിൽ ചെയ്യുന്ന വലിയ ക്രൂരകൃത്യമാണ്. അള്ളാഹുവിൻ്റെ വിധിയും തീരുമാനവും വിതരണവും അള്ളാഹുവിൻ്റെ ഒരു അബ്ദിന് അള്ളാഹു തആല ചിലപ്പോൾ മഹബത്തിൻ്റെ പേരിൽ തന്നോടുള്ള റിളയുടെ പേരിൽ കൊടുത്തതായിരിക്കും. അള്ളാഹു തആലയുടെ റിളക്കനുസരിച്ച് നമ്മുടെ തൃപ്തിയെ സംവിധാനിക്കുക എന്നല്ലാതെ അള്ളാഹു തആലയുടെ മർദിയിനെ, അള്ളാഹു തആലയുടെ പൊരുത്തം തൃപ്തി എന്ന് പറയാൻ ഭയമുള്ളത് കൊണ്ടാണ് റിള എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ റിളയെ പൊരുത്തം തൃപ്തി എന്നൊന്നും അർത്ഥം വെച്ച് പരിഭാഷപ്പെടുത്തി സങ്കുചിതപ്പെടുത്താൻ പറ്റിയതല്ല. ആ അള്ളാഹു തആലയുടെ റിളവാനിന് നാം കൂടെ നിൽക്കുക എന്നല്ലാതെ അള്ളാഹു തആല റിള ചെയ്തിട്ടാണ് ആ അബ്ദിൽ, ആ അടിമയിൽ ആ ഔന്നത്യം അള്ളാഹു തആല നൽകിയിട്ടുണ്ടാവുക എന്ന് വേണം നാം വിശ്വസിക്കാൻ. ചിലപ്പോൾ അള്ളാഹു തആല ഇബ്തിലാ, പരീക്ഷണാർത്ഥവും ചിലപ്പോൾ ഉന്നത സ്ഥാനങ്ങൾ നൽകിയേക്കാം. മൂമിനാകുമ്പോൾ ബൈനൽ ഖൗഫി വർ റജാ, ഖൗഫും റജാവും രണ്ടുകൂടെ സമന്വയിപ്പിച്ച് ജീവിക്കുമ്പോഴാണ് ശരിയായ വിശ്വാസിയാവുക. അപ്പോൾ ഉന്നത സ്ഥാനം ലഭിച്ചതുകൊണ്ടൊക്കെ ഞാൻ അള്ളാഹുവിൻ്റെ അടുത്ത് മർദിയാണ് എന്ന് വിലയിരുത്താനും പറ്റില്ല. ഈ സ്ഥാനം താൻ എങ്ങനെ ഉപയോഗപ്പെടുത്തും എന്ന ഒരു പരീക്ഷകൻ നൽകുന്ന പോലെ, അല്ലെങ്കിൽ അതിൻ്റെ ശുക്ർ എങ്ങനെയുണ്ടാകും, ശുക്രിൻ്റെ അളവ് എങ്ങനെയുണ്ടാകും, ഉണ്ടാകുമോ ഇല്ലേ എന്ന ഒരു പരീക്ഷണം നടത്തുന്നവൻ നൽകുന്ന പോലെയും അള്ളാഹു തആല നൽകുമെന്നും പറഞ്ഞിട്ടുണ്ട്. ആ വിധത്തിൽ നാം ഇബ്ലീസിൻ്റെ പങ്കാളികളാകാതെ, അസൂയ കൊണ്ട് ഇബ്ലീസിനോടാണ് നീ പങ്കാളിത്തം വഹിച്ചത്, അവൻ്റെ കൂട്ടുകാരനാണായത്. വശാറക്ത ഇബ്ലീസ വസായിറൽ കുഫാർ, അള്ളാഹുവിൻ്റെ ഔലിയാവും അംബിയാവും മുഴുവൻ ഈ അസൂയയില്ല. ആർക്ക് എന്ത് നേട്ടങ്ങളുണ്ടായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബിമാരാകുന്ന വളരെ ചെറിയ ആളുകളുടെ നേട്ടങ്ങളെ വരെ പ്രശംസിക്കുകയും അതിൻ്റെ പേരിൽ അവരെ വാഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് അംബിയാക്കളുടെയും ഔലിയാക്കളുടെയും സ്വഭാവവും ചര്യയും. അതേസമയം നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കപ്പലിൽ ഇബ്ലീസ് കയറിയ സംഭവം ഇമാം വസാരി തങ്ങൾ ഇഹ്യായിൽ ഉദ്ധരിക്കുന്നുണ്ട്. നോക്കുമ്പോൾ കപ്പലിൽ ഒരു വേസനുണ്ട്. അപ്പം എന്താ വിചാരാന്ന് വെച്ച് നോക്കുമ്പോൾ ആൾ ഇബ്ലീസാണ്. ജന്തി നദി കയറി കൂടിയ അത് നിങ്ങളെ കൂടെയുള്ള ആൾക്കാർ ശരീരങ്ങളെ കൂടെ ഉണ്ടാവും, മനസ്സിൻ്റെ കൂടെ ഇരിക്കും. ശരീരം നിങ്ങളെ കൂടെ ഉണ്ടാവും, മനസ്സിൻ്റെ കൂടെ ഇരിക്കും. അള്ളാഹുവിൻ്റെ അതുവെ ഇറങ്ങടാന്ന് പറയുമ്പോൾ പറയാണ് ഞങ്ങൾക്ക് 5 കാര്യം പറഞ്ഞുതരാം. 5 കാര്യം, 3 ഞാൻ പറഞ്ഞുതരുള്ളൂ, 2 ഞാൻ പറഞ്ഞുതരും. എന്നാ വേണ്ട, ആ 3 പറഞ്ഞുതരണ്ട, 2 പറഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞാളി നൂഹ് നബിയെ എന്ന് അള്ളാഹു തആല നൂഹ് നബി അലൈഹിസ്സലാമിന് വഹി അറിയിച്ചു. അപ്പോൾ നോക്കുമ്പോൾ 1 ഇബാദിൻ്റെ ഖൽബിലെ ഹസദ് ഉണ്ടാക്കല, മറ്റൊന്ന് ഹിർസ് ഉണ്ടാക്കല, ദുനിയാവിനോടുള്ള അതിയായ അലച്ച, വേറൊന്ന് ഹസദ്. എന്നിട്ട് അവൻ പറയാണ് ഹസദ് കൊണ്ട് ആണ് ഞാൻ മൽഊനായത്, എന്നെ അന്ത്യനാൾ വരെ എക്കാലവും റജീമായി ശപിക്കപ്പെട്ടതും ആട്ടപ്പെടുന്നതും ഹസദിൻ്റെ പേരിലാണ്. ഈ ഹസദ് ജനങ്ങളിൽ കുത്തിവെക്കുന്നത് കൊണ്ട് ഞാൻ വിജയിക്കുന്നു. അതുപോലെ ജനങ്ങൾക്ക് ദുനിയാവിനോട് അതിയായ അലച്ച ആഗ്രഹം, ഈ അലച്ച ഞാൻ ആദ്യം തന്നെ അതുകൊണ്ട് വിജയിച്ചു. അല്ലദുല്ലു അലാ ശജറത്തിൽ ഖുൽദി വമുൽകിൻ ലാ യബ്ല എന്ന സംഭവം പറഞ്ഞ് നമുക്കതിൽ വലിയ പാഠമുണ്ട്. ആദം നബി അലൈഹിസ്സലാമിൻ്റെ അടുത്ത് യാതൊരു തിന്മയും വന്നിട്ടില്ലേയില്ല, അതല്ല പറയുന്നത്. ഏതായിരുന്നാലും നിശ്ചയിച്ച സമയം അവസാനിച്ചതുകൊണ്ട് ഞാൻ നിർത്തി. എല്ലാവരും ദ്വാരക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.